അതുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഐക്യത്തിന്റെ പാഠം പഠിപ്പിക്കാനൊന്നും അബ്ദുള്ള കോയ മദനി വളർന്നിട്ടില്ല. അതിന്റെ ഉജ്ജ്വലമായ തീരുമാനങ്ങളുടെ പിന്നിലെ ആത്മീയമായ ശക്തിയെയും നമ്മൾ തിരിച്ചറിയണം. 920 ഇവിടെ കടന്നു വരുമ്പോ ഈ രൂപത്തിലുള്ള വികൃതമായ ആശയങ്ങൾ ഒറ്റയടിക്ക് അവർ പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞതെന്താ? ഞങ്ങൾ ഐക്യമുണ്ടാക്കാൻ വരുന്നവരാണ്, ഞങ്ങൾ നിഷ്പക്ഷ സംഘമാണെന്ന് പറഞ്ഞിട്ടാണ് അവർ കേരളീയ ഉമ്മത്തിനിടയിൽ പ്രത്യക്ഷപ്പെട്ടത്. ഏത് കാലത്ത്? മലബാർ ലഹളയുടെ എല്ലാ പ്രതിസന്ധിയും അനുഭവിക്കാൻ വിധിക്കപ്പെട്ട പാവപ്പെട്ട മുസ്ലിം ഉമ്മത്ത് സാമ്പത്തികമായി വിദ്യാഭ്യാസപരമായി വലിയ രൂപത്തിലുള്ള പ്രതിസന്ധികൾ അനുഭവിക്കുന്നതിനിടയിലാണ് വിശ്വാസപരമായി അവരുടെ വിശ്വാസത്തെ ഹനിക്കാനും അവരുടെ വിശ്വാസത്തെ വക്രീകരിക്കാനുമുള്ള ശ്രമവുമായിട്ട് ഇക്കൂട്ടർ കടന്നു വന്നപ്പോ കള്ളന്മാരുടെ ശൈലിയാണ്, ഞാൻ ഐക്യമുണ്ടാക്കാനാണ്, ഞങ്ങൾ നിഷ്പക്ഷ സംഘമാണ് എന്ന് പറഞ്ഞ് കടന്നു വന്നു. പക്ഷേ വിലായത്തിന്റെ നനവുള്ള ആത്മീയതയുടെ പിൻബലമുള്ള അന്നത്തെ കേരളീയ ഉലമാക്കൾ, മഹാനായ വരക്കൽ തങ്ങളെ പോലെ, പാങ്ങിൽ ഉസ്താദിനെ പോലെ, വാളക്കുളം ഉസ്താദിനെ പോലെ, റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദിനെ പോലെയുള്ള മഹാപണ്ഡിതന്മാർക്ക് ഇവരുടെ പിന്നിലുള്ള കുതന്ത്രങ്ങളെ തിരിച്ചറിയാൻ കഴിയുകയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ രൂപീകൃതമാവുകയും ചെയ്തു എന്നതാണ് യാഥാർത്ഥ്യം. ചരിത്രത്തെ നമ്മൾ പഠിക്കണം. ഈജിപ്തിൽ നിന്നാണ് കേരളത്തിലേക്ക് ഈ മോഡേണിസം കടന്നു വന്നത്. ഈജിപ്തിലേക്ക് വന്നതോ ബ്രിട്ടീഷുകാരന്റെ താല്പര്യപ്രകാരം ജൂതന്മാരുടെ പിൻബലത്തോടുകൂടിയാണ് ഈജിപ്തിൽ കടന്നു വന്നത്. ബ്രിട്ടന് വേണ്ടി ജൂതന്മാരുണ്ടാക്കിയ വികൃതമായ ആശയത്തെ മുസ്ലിം ഉമ്മത്തിലേക്ക് കൊണ്ടുവന്ന് മുസ്ലിം ഉമ്മത്തിന്റെ പാരമ്പര്യമായ വഴികളിൽ നിന്ന് അവരെ പിന്നോട്ട് വലിക്കാനുള്ള ശ്രമം നടത്തിയപ്പോഴാണ് സമസ്ത ഇവിടെ ഉണ്ടായത്. കഴിഞ്ഞ ദിവസമാണ് KNM പ്രസിഡന്റ് അബ്ദുള്ള കോയ മദനി വായ തുറന്നത്. ഏറെ രസകരമായ സംഭവം എന്താന്ന് വെച്ചാല്, അബ്ദുള്ള കോയ മദനി എന്ന് വായ തുറന്നോ അന്ന് മുജാഹിദ് പ്രസ്ഥാനം അങ്കലാപ്പിലാകും. ആ സാധനം വായ തുറന്നാൽ അവര് പെടും. അത് അവരുടെ ചരിത്രമാണ്. അബ്ദുള്ള കോയ മദനി എന്താ പറഞ്ഞത്? സമസ്ത ഇവിടെ ഭിന്നിപ്പുണ്ടാക്കുന്നു എന്നോ? 926 ചരിത്രം പഠിക്കൂ നിങ്ങൾ. 926 ബഹുമാനപ്പെട്ട സമസ്ത ഇവിടെ രൂപീകൃതമാകാൻ കാരണം കേരളത്തിൽ സ്വഹേബത്തിനാൽ പ്രബോധനം ചെയ്യപ്പെട്ട പരിശുദ്ധ ദീൻ മഹാന്മാരായ മഖ്ദൂമുമാരിലൂടെ, ഹളർമൗത്തിൽ നിന്ന് വന്ന സാദാത്യങ്ങളിലൂടെ, കോഴിക്കോട് ഖാദിമാരിലൂടെ, ജിഫ്രി സാദാത്യങ്ങളിലൂടെ മഖ്ദൂമി പാരമ്പര്യത്തിന്റെ പൈതൃക വഴിയിൽ ഒരുമ്മ പെറ്റ മക്കളെ പോലെ കടന്നു വന്ന മുസ്ലിം ഉമ്മത്തിനിടയിൽ ശൈദിത്യത്തിന്റെ വിത്തുപാകിയത് ആരാണ് എന്ന് അബ്ദുള്ള കോയ മദനി ചരിത്രം പഠിച്ചു പറയൂ. ആരാണ് ഇവിടെ വികൃതമായ ആശയം കൊണ്ടുവന്നത്? കേവലം ശൈഥില്യമെന്ന് മാത്രമല്ല, മുസ്ലിം അത്രയും കാലം ഇവിടെ ജീവിച്ചിരുന്ന മുസ്ലിമീങ്ങൾ മുഴുവൻ, മഹാന്മാരായ മഖ്ദൂമുമാരും മഹാന്മാരായ മമ്പുറം തങ്ങന്മാരും അടക്കമുള്ള മഹാപണ്ഡിതന്മാർ, അവരെല്ലാം പരിശുദ്ധ ദീനിന്റെ പുറത്താണ് എന്ന് ഒരു ലജ്ജയുമില്ലാതെ ഇവിടെ പ്രചരിപ്പിച്ചതാരാണ്? ആരാണ് ഐക്യം തകർത്തത് എന്ന് കൃത്യമായി ചരിത്രം പഠിച്ചു പറയൂ. ഈജിപ്തിൽ നിന്ന് ജൂതായിസത്തിന്റെ പിൻബലത്തോടുകൂടെ ബ്രിട്ടീഷുകാരന് വേണ്ടി മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം തകർക്കാൻ ശൈഥില്യമുണ്ടാക്കിയവരാണോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഐക്യത്തിന്റെ കഥ പറയുന്നത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കൃത്യമായി ഐക്യത്തെ പഠിക്കുകയും പഠിപ്പിക്കുകയും ഉമ്മത്തിനിടയിൽ അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ്. അതിന്റെ പേരിൽ സംഘടനാപരമായ കഷ്ടനഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുമുണ്ട് സമസ്തക്ക്. പൊതുവായ താല്പര്യത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ NRC വന്നു, CAA പ്രശ്നം വന്നു, ഏക സിവിൽ കോഡിന്റെ പ്രശ്നം വന്നു, 985 ഷാബാനു കേസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വന്നു. ആ സമയത്തൊക്കെ മുസ്ലിം ഉമ്മത്തിന്റെ പൊതുവായ താല്പര്യത്തിന് വേണ്ടി ഇവരോടൊക്കെ വേദി പങ്കിടാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തയ്യാറായിട്ടുണ്ട്. അതേ സമയത്ത് ആദർശപരമായി ഇവരോടുള്ള അസ്പൃശ്യത അതേ രൂപത്തിൽ കർശനമായിട്ട് തുടരുക തന്നെ ചെയ്യും. അത് തുടർന്നതുകൊണ്ടാണ് ഈ 99-ാം ആണ്ടിലേക്ക് ബഹുമാനപ്പെട്ട സമസ്തക്ക് കാലെടുത്തു വെക്കാൻ കഴിഞ്ഞത്. ഐക്യത്തിന്റെ കഥ പറയുന്ന മദനി ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. കേവലം ഇവിടെ സാമൂഹികമായ അനൈക്യം മാത്രമല്ല നിങ്ങൾ ഉണ്ടാക്കിയത്, മറിച്ച് തൗഹീദിനെ നിങ്ങൾ എത്രയായി വിഭജിച്ചു. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ മൗലികമായ ആദർശം 1,24,000-ഓളം വരുന്ന പ്രവാചകന്മാരാൽ പ്രബോധനം ചെയ്യപ്പെട്ട പരിശുദ്ധമായ തൗഹീദ്, അതിനെപ്പോലും നിങ്ങൾ വെട്ടിമുറിച്ചു എന്ന് മാത്രമല്ല, ആ തൗഹീദിന്റെ പേരിൽ പരസ്പരം തെറ്റിപ്പിരിഞ്ഞ് കഷണങ്ങളായി നിങ്ങൾ 8 കഷണങ്ങളായി ചിതറിയല്ലോ. ആ 8 കഷണങ്ങൾക്ക് ഒരൊറ്റ വേദിയിൽ ഒരുമിച്ചുകൂടി ഐക്യത്തിന്റെ കാഹളം മുഴക്കാൻ അബ്ദുള്ള കോയ മദനി മുൻകൈയെടുത്ത് നിങ്ങൾക്ക് സാധ്യമാണോ എന്ന് ആദർശബോധത്തോടുകൂടെ ആർജവത്തോടുകൂടെ ചോദിക്കാൻ ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഐക്യത്തിന്റെ പാഠം പഠിപ്പിക്കാനൊന്നും അബ്ദുള്ള കോയ മദനി വളർന്നിട്ടില്ല. പിന്നെ പറഞ്ഞത് എന്താണ്?
ചേർന്ന് നിന്നാല് തെറിച്ചു പോകുന്നതാണോ സമസ്തയുടെ ആദർശം എന്നത്? നിങ്ങളെ പോലെയുള്ള ബിദ്അത്തിന്റെ അഹ്ലുകാരോട്, ഫിസ്ഖിന്റെ അഹ്ലുകാരോട് ചേർന്ന് നിൽക്കാൻ പാടില്ല എന്നത് സമസ്ത മാത്രം പഠിപ്പിച്ചതല്ല, അത് അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ അധ്യാപനങ്ങളാണ്. വിശുദ്ധമായ ഹദീസിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടോ, ഇന്ന അവ്വല മാ ദഖല അൻ-നഖ്സു അലാ ബനി ഇസ്രായീൽ, മുൻഗാമികളായ ബനു ഇസ്രായേലിൽ അവർക്ക് ആദ്യം സംഭവിച്ച ന്യൂനത, അവരുടെ കൂട്ടത്തിൽ തിന്മകൾ ചെയ്യുന്നയാൾ, അവരുടെ കൂട്ടത്തിലെ ഫാസിഖീങ്ങളായ ആളുകൾ, അവരുടെ കൂട്ടത്തിലെ ഷർറിന്റെ അഹ്ലുകാരായ ആളുകൾ, അവരോട് തിന്മയെ വിരോധിക്കാൻ അവർ തയ്യാറായില്ല എന്ന് മാത്രമല്ല, നബിതങ്ങൾ പഠിപ്പിക്കുകയാണ് ثم يلقاه من الغد, പിറ്റേ ദിവസം അവരെ കാണുമ്പോ ഫലാ യംനഉഹു ദാലിക അൻ യകൂന അഖീലഹു വശരീബഹു വഖഈദഹു, അവന്റെ കൂടെ ഇരിക്കാനും അവന്റെ കൂടെ ഭക്ഷണം കഴിക്കാനും അവന്റെ കൂടെ വെള്ളം കുടിക്കാനും ഒന്നും ഇവർക്ക് മടിയില്ല. അഥവാ തിന്മയുടെ അഹ്ലുകാരോട് കൂടെ നടക്കാൻ ഇവർക്ക് മടിയില്ല. അത് അവരിൽ സംഭവിച്ച ന്യൂനതയാണ് എന്ന് മാത്രമല്ല, അങ്ങനെ അവരിൽ സംഭവിച്ചപ്പോൾ ഫലമ്മാ ഫഅലൂ ദാലിക ളറബല്ലാഹു ഖുലൂബ ബഅദിഹിം ബിബഅദ്, അവർക്ക് ഇവരോട് ഹൃദയത്തിൽ ഒരു താല്പര്യം തോന്നി തുടങ്ങി, ഹൃദയത്തിൽ സോഫ്റ്റ് കോർണർ ഉണ്ടായി. അതുകൊണ്ട് അവർക്ക് പ്രശ്നം സംഭവിച്ചു എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്നിട്ടാണ് ثم قال لعن الذين كفروا من بني إسرائيل على لسان داوود وعيسى بن مريم, തങ്ങൾ വിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊടുത്തു. ബനു ഇസ്രായേലിൽ പിഴവ് സംഭവിക്കാനുള്ള കാരണം അവർ തിന്മയുടെ അഹ്ലുകാരുടെ കൂടെ നിന്നു എന്നതാണ്. അത് സമസ്ത പറഞ്ഞതല്ല, മുത്തു മുസ്തഫ തങ്ങൾ പഠിപ്പിച്ചതാണ്. അത് പകരുമെന്ന് തന്നെയല്ലേ ഹദീസ് പഠിപ്പിച്ചത്. നബി തങ്ങൾ പറയുന്നുണ്ട്, എന്റെ ഉമ്മത്ത് 73 വിഭാഗമായി പിരിയും, അതിൽ ഒന്ന് മാത്രമാണ് സ്വർഗ്ഗത്തിലുള്ളത്, വഹിയൽ ജമാഅ, അത് അൽ ജമാഅയാണ്. വിശുദ്ധമായ ഖുർആനിനെയും നബി തങ്ങളുടെ സുന്നത്തിനെയും സ്വഹാബത്തിനെയും ഒക്കെ അംഗീകരിക്കുന്ന, പാരമ്പര്യ വഴി അംഗീകരിക്കുന്ന അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗ്ഗമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വഇന്നഹു സയഖ്റുജു മിൻ ഉമ്മത്തി അഖ്വാമുൻ, ഇവിടെ ഒരു വിഭാഗം എന്റെ ഉമ്മത്തിൽ പ്രത്യക്ഷപ്പെടും, തതജാറാ ബിഹിം തിൽകൽ അഹ്വാഉ കമാ യതജാറൽ കലബു ലിസാഹിബിഹി, പേവിഷബാധം കൂടെ സഹവസിക്കുന്നവർക്ക് പകരുന്നതുപോലെ ഇവരുടെ ഈ ബിദ്അത്തിന്റെ ചിന്ത കൂടെയുള്ളവർക്ക് പകരുമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൂടെ ഇരുന്നാൽ ഒലിച്ചു പോകുമോ എന്ന് ചോദ്യം പോയത് അബ്ദുള്ള കോയ മദനി. ആ ചോദ്യം അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദീസിലേക്കാ പോയത്. ഹദീസിനെ തള്ളാൻ നിങ്ങൾക്ക് മടിയുണ്ടാവില്ല എന്ന് ഞങ്ങൾക്കറിയാം, എങ്കിലും ഈ സമൂഹം അത് പഠിക്കണം. പരിശുദ്ധ ദീൻ അങ്ങനെയാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് ബിദ്അത്തിന്റെ അഹ്ലുകാരോട് ചേർന്ന് നിൽക്കാൻ പാടില്ല, അവരോടുള്ള സഹവാസം പാടില്ല എന്നത് കേവലം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മാത്രം യോഗം കൂടി തീരുമാനിച്ചതല്ല, അത് മുസ്തഫായ തങ്ങൾ പഠിപ്പിച്ചതാണ്. സ്വഹാബത്തും താബിഈങ്ങളും തബഉ താബിഈങ്ങളും അഇമ്മത്തു മശായിഖുമാരും പാരമ്പര്യത്തിന്റെ പൈതൃക വഴിയിലൂടെ ഇവിടെ നടപ്പിലാക്കിയതാണ്. അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചത്. എല്ലാം കഴിഞ്ഞ അവസാനം പിന്നെ മൂപ്പര് ചെയ്ത പണി എന്താണ്? പാണക്കാട്ടേക്ക് ഒരു വണ്ടി കയറി പാണക്കാട് കുടുംബത്തിനെ ചേർത്തു പിടിക്കുന്നവർ ഞങ്ങളാണ് എന്ന് വരുത്തി തീർക്കുക. എന്തിനാണ് അബ്ദുള്ള കോയ മദനി ഇങ്ങനെയൊക്കെ നാടകം കളിക്കുന്നത്? 150 കേന്ദ്രങ്ങളിൽ അബ്ദുള്ള കോയ മദനി പ്രഖ്യാപിക്കുകയാണ്, 150 കേന്ദ്രങ്ങളിൽ ഞങ്ങൾ ക്യാമ്പയിൻ നടത്തുമെന്ന്. നട്ടെല്ല് നിങ്ങൾക്കുണ്ടെങ്കിൽ 150 കേന്ദ്രങ്ങളിൽ വെച്ച് പാണക്കാട് തങ്ങന്മാർ, ഞാൻ പേരെടുത്തു തന്നെ പറയുന്നു, മഹാനായ സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിമാണ് എന്ന് പറയാൻ അബ്ദുള്ള കോയ മദനിക്കോ തന്റെ ശിങ്കിടികൾക്കോ കഴിയുമോ? എന്നാൽ അന്ന് നിങ്ങളുടെ 8-16 ആർജവമുണ്ടെങ്കിൽ, വിശ്വസിക്കുന്ന നാവിട്ടലക്കുന്ന ആദർശത്തോട് കൂറുണ്ടെങ്കിൽ 150 കേന്ദ്രങ്ങളിൽ വേണ്ട, കേരളത്തിലെ ഏതെങ്കിലും തെരുവിൽ വന്ന് പ്രഭാഷണം നടത്താൻ അബ്ദുള്ള കോയ മദനിയാകുന്ന KMNMന്റെ പ്രസിഡന്റിന് ആർജവമുണ്ടെങ്കിൽ അതങ്ങനെ നടപ്പിലാക്കി. അപ്പൊ ബാക്കി കാണാം. ഈ നിങ്ങളാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പാണക്കാട്ട് കൊടപ്പനക്കൽ തറവാട്ടിലെ വട്ടമേശക്ക് ചുറ്റും ആ തങ്ങളുടെ മുമ്പിലേക്ക് പ്രയാസത്തിന്റെ ഭാണ്ഡക്കെട്ടുകൾ അടിച്ച് കടന്നു വരുന്നവരിലേക്ക് മന്ത്രിച്ചൂതിയ വെള്ളം കൊടുക്കുന്നത്, നൂല് മന്ത്രിച്ചു കൊടുക്കുന്നത്, ഉറുക്കെഴുതി കൊടുക്കുന്നത്, രഹസ്യമായി വീഡിയോ ക്യാമറയിൽ പകർത്തിയിട്ട് അറേബ്യൻ രാജ്യങ്ങളിൽ കൊണ്ടുപോയി ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ശിർക്കിന്റെ വാഹകരാണെന്ന് പ്രചരിപ്പിച്ചത് നിങ്ങളാണ്. അബ്ദുള്ള കോയ മദനി 150 കേന്ദ്രങ്ങളിൽ വെച്ച് പ്രഖ്യാപിക്കൂ,
സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ ഞങ്ങളുടെ വീഡിയോ ഞങ്ങൾ പിൻവലിച്ചിരിക്കുന്നു പ്രഖ്യാപിക്കാനുള്ള ആർജവം ആദർശബോധമാണ് കാണിക്കേണ്ടത്. കൊളം കലക്കാൻ നോക്കേ നടക്കൂല. അവർ മുസ്ലിമീങ്ങളാണെന്ന് അംഗീകരിക്കാത്തവരാണ് നിങ്ങൾ. ഏറെ രസകരം എന്തെന്നറിയോ? പ്രസിഡന്റ് പ്രസംഗിച്ചു മഹാന്മാരായ സയ്യിദന്മാരെ ചേർത്തു പിടിക്കുമെന്ന്. തൊട്ടുശേഷം വന്ന KNM സെക്രട്ടറി ഹനീഫ് കായക്കൊടി പ്രസംഗിച്ചതോ സയ്യിദന്മാരെ നിശിതമായി വിമർശിച്ചുകൊണ്ടാണ് പ്രസംഗിച്ചത്. പൊന്നുമദനി ഒന്ന് കൂടിയിരുന്ന് ചർച്ച ചെയ്തിട്ട് വേണ്ടത് പറയാന്. നിങ്ങൾ പറഞ്ഞതിന് മറുപടി പറയാൻ കേരളത്തിലെ SKSSF മക്കളെ ആവശ്യമില്ല. നിങ്ങൾക്ക് മറുപടി നിങ്ങളുടെ സെക്രട്ടറി കായക്കൊടി തൊട്ടുശേഷം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സയ്യിദന്മാരെ ചേർത്ത് പിടിക്കുന്നവർ, ആ കുടുംബം തന്നെ ഇല്ലെന്ന് പറഞ്ഞവരല്ലേ നിങ്ങൾ? മുജാഹിദ് ബാലുശ്ശേരിന്റെ പ്രസംഗല്ലേ? നിങ്ങളൊക്കെ ഒരുമിച്ച് നിൽക്കുമ്പോഴുള്ള പ്രസംഗല്ലേ? എന്തിനാ ഉദ്ഘാടനത്തിന് വിളിക്കുന്നത്? ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ വിളിച്ചാ പോരെ എന്നാ പറഞ്ഞത്. നഅൂദു ബില്ലാഹ്. ഇവിടെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് അഹ്ലു ബൈത്തിനെ ആദരിക്കണമെന്ന് പഠിപ്പിക്കാൻ അബ്ദുള്ള കോയ മദനിയോ അദ്ദേഹത്തിന്റെ ശിങ്കിടികളോ വളർന്നിട്ടില്ല. ഒരു വിഭാഗവും വളർന്നിട്ടില്ല. കാരണം സമസ്തയാണ് കൃത്യമായി ഉമ്മത്തിനത് പഠിപ്പിച്ചു കൊടുത്തത്. മാത്രമല്ല ബഹുമാനപ്പെട്ട സമസ്തയുടെ ഇന്നത്തെ പ്രസിഡന്റ് സയ്യിദാണ്, മഹാനായ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. സയ്യിദുമാണ്, ആലിമുമാണ്. ഇൽമിയായി അവിടുത്തെ പരമ്പര മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയിലൂടെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തുന്നു. അതുപോലെ തന്നെ അവിടുത്തെ പിതൃപരമ്പരയും മഹാനായ റസൂലുള്ളാഹി തങ്ങളിലേക്ക് എത്തുന്നു. ആലോചിക്കണം, ഡബിൾ എഞ്ചിനാണ്. രണ്ട് രൂപത്തിൽ അല്ലാഹുവിന്റെ ഹബീബിലേക്ക് സിൽസില ചേരുന്ന മഹാനാണ് ഇന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നേതൃത്വം നൽകുന്ന ആദരണീയനായ അധ്യക്ഷൻ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. അവരടക്കമുള്ള സയ്യിദന്മാർ, പാണക്കാട് സയ്യിദന്മാർ ആദരിക്കണമെന്ന് മുജാഹിദ് വിഭാഗത്തിന്റെ ട്യൂഷൻ സമസ്തക്ക് ആവശ്യമില്ല. സമസ്ത അത് കൃത്യമായിട്ട് നിർവഹിച്ച പ്രസ്ഥാനമാണ്. മാത്രമല്ല പിന്നെ അബ്ദുള്ള കോയ മദനി പറഞ്ഞു സ്ത്രീ വിദ്യാഭ്യാസത്തെ കുറിച്ച്. സ്ത്രീ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്ത് അർഹതയാണുള്ളത്? നൂറുകണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സമസ്ത നേരിട്ട് നടത്തുന്നുണ്ട്. ഫാദില കോളേജുകൾ, SNECയുടെ കീഴിലുള്ള ഫാദില ഫദീലയും SNECയുടെ കീഴിലുള്ള സ്ട്രീം അടക്കമുള്ള അതുപോലെ സമസ്തയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളുടെ കീഴിൽ വിവിധ സ്ത്രീകൾക്ക് മാത്രമായുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങളുണ്ട്. ഏതായാലും അബ്ദുള്ള കോയ മദനിയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും 150 കേന്ദ്രങ്ങളിൽ കറങ്ങുമ്പോ പുറത്തുവിടണം, മുജാഹിദ് പ്രസ്ഥാനം നേതൃത്വം നൽകുന്ന സ്ത്രീകൾക്ക് മാത്രമായി അവർ നടത്തുന്ന സ്ഥാപനം ഏതാണ് എന്ന് കണക്കുകൾ പുറത്തുവിടട്ടെ, രേഖകൾ സംസാരിക്കട്ടെ, ചരിത്രങ്ങൾ സംസാരിക്കട്ടെ. അന്ന് പൊളിയും നിങ്ങളുടെ ഇപ്പോൾ പറയുന്ന ഐക്യവും. നിങ്ങൾ ഇപ്പോൾ ധരിച്ചു നടക്കുന്ന നവോത്ഥാനത്തിന്റെ കപടമുഖം കേരളത്തിന്റെ തെരുവുകളിൽ വലിച്ചു കീറപ്പെടും. വിദ്യാഭ്യാസത്തിന്റെ നവോത്ഥാനത്തിന്റെ കുത്തക ഏറ്റെടുക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയോളം വളർന്ന ഒരു ഏജൻസി, ഒരു പ്രസ്ഥാനം, ഒരു മതസംഘടന ഇന്ന് കേരളത്തിലില്ല. ഏതായാലും വളരെ സന്തോഷമുണ്ട്. അബ്ദുള്ള കോയ മദനി വായ തുറന്നപ്പോ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ പറയാൻ പറ്റി. ഇൻഷാ അല്ലാഹ് ഇനി 150 കേന്ദ്രങ്ങളിൽ നിങ്ങൾ ഇത് പറയണം. പിന്നാലെ ഞങ്ങൾ ഉണ്ടാകും. ഒരർത്ഥത്തിൽ ഞങ്ങൾ വേണ്ട, നിങ്ങളെ പിന്നാലെ വരുന്ന കായക്കൊടി തന്നെ നിങ്ങൾ പറയുന്നത് പൊളിക്കും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഇത്തരം ട്യൂഷനുമായിട്ടൊന്നും ആരും വരേണ്ടതില്ല. സമസ്ത അതിനൊരു പാരമ്പര്യമുണ്ട്, അതിനൊരു പൈതൃകമുണ്ട്, അതിന്റെ തീരുമാനങ്ങൾക്ക് കൃത്യതയുണ്ട്, വ്യക്തതയുണ്ട്. പഠിച്ചു മനസ്സിലാക്കി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു തീരുമാനം പറഞ്ഞാൽ മുസ്ലിം ഉമ്മത്ത് ഹൃദയം നീട്ടി അതിനെ സ്വീകരിച്ചിട്ടുണ്ട്.